LPGക്കുള്ള മൊത്തം വിലയിൽ 57% നികുതി ഇനത്തിലുള്ളതാണ്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓയിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആക്ട് പ്രകാരമുള്ള ഒരു സെസ് ഉണ്ട്. അതുപയോഗിച്ച് കേന്ദ്രത്തിന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം നടപ്പാക്കാനാവില്ലേ? അതിനും തയ്യാറാകാത്ത അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ എക്സൈസ് ഡ്യൂട്ടി വർധനയുണ്ട്. അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച സംഭവിച്ച കാര്യം അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി. പെട്രോളിന് 7 രൂപ 35 പൈസയുടെയും ഡീസലിന് 7 രൂപ 53 പൈസയുടെയും വർധനവാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ഒത്താശ ചെയ്യുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വില വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ധന വില വർധനവ് രാജ്യത്താകെ അവശ്യ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റത്തിനാണ് വഴിവെക്കുക. ഈ ഭാരമെല്ലാം വന്ന് വീഴാൻ പോകുന്നത് സാധാരണക്കാരുടെ തലയിലാണ്. സർ, ഇവിടെ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ ഡീസൽ നികുതി നിരക്ക് കൂട്ടിയിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2018 LDF സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി കുറക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി 509 കോടി രൂപയുടെ നികുതി ഇളവ് അന്ന് ജനങ്ങൾക്ക് ഒറ്റയടിക്ക് നൽകുകയും ചെയ്തു. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്.